ഹലോ മൈ ലവിങ് വൺസ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്കെല്ലി. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊരു സംഭവമാവും ബെസ്റ്റ് ടയർ ഫോർ എപ്രിലിയ SR150. അതായത് നിങ്ങളെല്ലാവരും കൺഫ്യൂസ് അടിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അത് ഏത് ടയറാണ് ബെസ്റ്റ് ടയർ, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഏത് ടയറാണ് നല്ല ടയർ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ടോക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഫസ്റ്റ് റാൽക്കോ ടയറിൻ്റെ ഒരു വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കളഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ വാച്ച് അവേഴ്സിനെയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, ആ വാച്ച് അവേഴ്സും എനിക്ക് വേണ്ട. അപ്പോൾ ആ വീഡിയോ കളയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമൻറ്റാണ്. അതായത് ഈ ബ്രോ കമൻറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ പണ്ട് പറഞ്ഞത്, പണ്ടത്തെ വീഡിയോ കണ്ടിട്ട് ഞാൻ റാൽക്കോ മേടിച്ചിട്ടു, എൻ്റെ സസ്പെൻഷൻ റിയർ സസ്പെൻഷൻ കംപ്ലൈൻ്റ് ആയി എന്നുള്ളതാണ്. പക്ഷേ സത്യാവസ്ഥ എന്തെന്നാൽ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടയർ നല്ല ടയറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം ആ ഒരു വീഡിയോയിൽ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് കോർണറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതേപോലെ ഗട്ടർ ഇറക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി സ്ലോ ആക്കി ഇറക്കുക. അങ്ങനൊരു കാര്യം എന്നോട് ആരെങ്കിലും റാൽക്കോ ടയറിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം പറയാറുണ്ട് എല്ലാവരുടെ അടുത്തും. അപ്പോൾ അത് ആ ബ്രോ ഒന്നില്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വണ്ടി അങ്ങനെ എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ വണ്ടി ഞാൻ തന്നെ യൂസ് ചെയ്യാറുള്ളൂ. വേറൊരാൾ യൂസ് ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഡെയിലി യൂസിന് എനിക്ക് വേറൊരു വണ്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ വണ്ടി വീക്കെൻഡ് റൈഡ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഗട്ടർ, ആ ഒരു സംഭവം ഗട്ടറൊക്കെ ചാടുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചിട്ട് ചാടാറ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോ ആക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുക്കാറ്. റാൽക്കോ ടയർ ആയ ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം റാൽക്കോ ടയർ വരുന്നത് ഏകദേശം 3.5 kg ആണ്. അതായത് റാൽക്കോ ടയർ വരുന്നത് ഏകദേശം 3.5 kg ആണ് ഈ ഒരു ടയർ വരുന്നത്. അപ്പോൾ ഈ ഒരു ടയറിൻ്റെ കട്ടട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, ഈ ഒരു ടയറിന് അഡ്വാൻറ്റേജസ്ക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കിനെയാണ് മിക്കതും പറയാനുള്ളത്. അത് വണ്ടിക്ക് നല്ല ലുക്ക് കിട്ടും, നല്ല ബൾക്കി ലുക്ക് വണ്ടിക്ക് കിട്ടും. പിന്നെ കോർണറിങ് അടിപൊളിയായിട്ട് കോർണർ ചെയ്യാം. നമുക്ക് ഏതൊരു ടേണിങ് നമുക്ക് നന്നായിട്ട് കോർണർ ചെയ്യാൻ പറ്റും. നല്ല കോൺഫിഡൻസ് ലെവൽ കൂട്ടിയിട്ട് നമുക്ക് കോർണറിങ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബ്രേക്കിംഗ് നല്ല രീതിയിലുണ്ടാവും. പിടിച്ചു കൊടുത്ത് അവൻ നിൽക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ. ലുക്കിലും അപാര ലുക്കാണ് വരിക. അതായത് പ്രത്യേകിച്ച് എപ്രിലിയുടെ ടെയിലൂണിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടയർ ഇട്ട് അപാര ലുക്ക് തന്നെ വരിക. അപ്പോൾ പിന്നെ ഡിസ്അഡ്വാൻറ്റേജസൊക്കെ കിടക്കാം. ഞാൻ ഈ ഒരു ടയർ പിന്നീട് ആർക്കും സജസ്റ്റ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഗട്ടറയ്ക്ക് വീണായിരുന്നു. മീൻസ് വീടല്ല, വണ്ടി ഒന്ന് ചാടിയിരുന്നു. വണ്ടി ഒന്ന് ചാടിപ്പോയപ്പോഴേക്കും എൻ്റെ ബാക്കിലൊരു പില്ലിയൻ റൈഡറും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗട്ടറായിരുന്നു. അത് ചെറിയൊരു കുഴിയായിരുന്നു. സത്യം പറഞ്ഞാൽ അതിക്ക് ഫ്രണ്ട് ടയർ ചാടിപ്പോയപ്പോഴേക്കും എൻ്റെ ലെഫ്റ്റ് സൈഡത്തെ ഓയിൽ സീൽ പൊട്ടി. അന്ന് എനിക്ക് 1000 രൂപ ചിലവായി. അപ്പോൾ അതിനുശേഷം ഞാൻ ആർക്കും ഈ ഒരു ടയർ സജസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിലും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ പറയും. അത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എന്നോട് കോൺടാക്റ്റ് ഉള്ളവർക്കറിയാം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറ്, ലുക്കിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ടയർ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് റാൽക്കോ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ടയറുണ്ട്, മാക്സിസ് ഉണ്ട്. അതായത് നമ്മുടെ ഈ വീഡിയോ അതുകൊണ്ടും കൂടിയാണ്, നിങ്ങൾക്ക് ഏത് ടയർ ചൂസ് ചെയ്യണം. അതായത് മാക്സിസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതായത് റേസ് ഉണ്ട്. റേസാണ് ഇപ്പോൾ ഏറ്റവും അടിപൊളി ടയർ പറയുന്നത്. നമ്മുടെ ടിംസ് ഉണ്ടായിരുന്നു, പക്ഷേ ടിംസ് ഇപ്പോൾ അവൈലബിൾ അല്ല. ടിംസിന് ഇനി 1 വർഷത്തേക്ക് എന്തായാലും വരില്ല എന്നാണ് അതിൻ്റെ ആൾക്കാർ എന്നോട് പറഞ്ഞത്. ഇനിയിപ്പോൾ ആ 1 വർഷത്തിൻ്റെ കഴിഞ്ഞിട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും അവർക്ക് ഉറപ്പില്ല. അപ്പോൾ ടിംസ് നമുക്കിപ്പോൾ ഇവിടുന്ന് ബാനിഷ് ചെയ്ത് കളയാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുകയാണ് റേസ്. അപ്പോൾ റേസ് നല്ലൊരു ടയറാണ്. റേസ് ഒരു മിനിറ്റ് കാണിച്ചു തരാം. ടയർ കാണിച്ചു തരാം. റേസ് നല്ലൊരു ടയറാണ്. ഏകദേശം 2600 അടുത്ത് ടയറിന് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ടയറുണ്ട്. ടയറിന് ഏകദേശം ഈ റേറ്റ് തന്നെ വരുന്നത്. പിന്നെ ഡെലിവറി ചാർജ് ഒരു 200 rupees ഡെലിവറി ചാർജ് കൂടും. അപ്പോൾ ഏകദേശം 2800 രൂപയ്ക്ക് ടയർ കിട്ടും. അപ്പോൾ ആ ഒരു ടയർ നല്ല ടയറാണ്. റേസിൻ്റെ നല്ല ടയറാണ്. ഓക്കെ, വെയിറ്റ് സെക്കൻഡ്, ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു മോഡൽ ഇതാണ് ടയർ വരുന്നത്.
നിങ്ങൾക്ക് കാണാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഈ ഒരു ടയറാണ് വരുന്നത്. ഇത് കാണാനും നല്ല ടയറാണ്, നല്ല പെർഫോമൻസുള്ള ടയറാണ്. എല്ലാവരും കുറേ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടയറാണ് റേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻ നമുക്കവിടെ റേസ് കൊടുക്കാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിസ് കൊടുക്കാം. മാക്സിസ് നല്ലൊരു ടയറാണ്, നല്ല ട്രാക്കിംഗ് മോഡലൊരു ടയറാണ്, നല്ല രസമുണ്ട് കാണാൻ ടയർ. അതേപോലെ തന്നെ തേർഡ് നമുക്ക് MRF കൊടുക്കാം, C8 കൊടുക്കാം. അതേപോലെ തന്നെ ഫോർത്ത് വി റബ്ബർ കൊടുക്കാം. വി റബ്ബർ എന്നാലും കുറേ പേര് നമ്മുടെ അടുത്ത് ക്വാളിറ്റി കുറവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫോർത്താണ് വി റബ്ബർ. പിന്നെ ഫിഫ്ത്താണ് ഞാൻ റാൽക്കോ കൊടുക്കുന്നുള്ളൂ. കാരണം റാൽക്കോ നല്ല ടയറാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂടെ ഞാൻ ഡിസഡ്വാൻറ്റേജസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ഒരു ചോയ്സ്. നിങ്ങൾക്ക് റാൽക്കോ നല്ല ലുക്കിന് വേണ്ടിയിട്ടാ വെച്ചാൽ നിങ്ങൾക്ക് ഇടാം. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ വണ്ടി അങ്ങനെ അധികം എടുക്കാത്ത ആളാണ്. ഞാൻ വീക്കെൻഡ് റൈഡ്സിൽ മാത്രം വണ്ടി എടുക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കധികം പ്രശ്നങ്ങളൊന്നും എൻ്റെ വണ്ടിയിൽ വരില്ല. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ, അതായത് അമീൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ജസ്റ്റ് അവൻ്റെ ടയറിന് മീൻസ് വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു ടയർ കൊണ്ട് വന്നിട്ടുണ്ട്. അതായത് ഗിയർ ഷാഫ്റ്റ്സിനും ഗിയർ ബോക്സിനും കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അമീൻ എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് അറിയാം, കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ എപ്രിലിയ സ്പെയർസും കാര്യങ്ങളൊക്കെ ചെയ്യണത് അവനാണ്. അത് മീൻസ് തെലങ്കാന ബേസിൽ അവനാണ് ചെയ്യണത്, ബാംഗ്ലൂർ ബേസിൽ ഞാനാണ് ചെയ്യണത്. എൻ്റെ കൂട്ടുകാരനാണ് അവൻ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് അവൻ ഏകദേശം ഒരു 50 to 100 കിലോമീറ്റർ പെർ ഡേ ഓടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് മീൻസ് നിനക്ക് ചിലപ്പോൾ അങ്ങനെ വണ്ടി എടുക്കാത്ത ആളാണല്ലോ, അതുകൊണ്ടാവാം നിനക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാത്തതെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ചിലപ്പോൾ അതാവാം. സോ റാൽക്കോ ഇടണവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗട്ടറും കോർണറിങ്ങും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഗട്ടർ ശ്രദ്ധിക്കുക, കാരണം ഓയിൽ സീൽ പൊട്ടാനും ബാക്കത്തെ ഷോക്ക് കംപ്ലയിൻ്റ് ആവാനും പിന്നെ അമീൻ എന്ന് പറഞ്ഞ പോലെ ഗിയർ ബോക്സും ഗിയർ ഷാഫ്റ്റ്സിനും കംപ്ലയിൻറ്റ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടയർ ചൂസ് ചെയ്യുക. പക്ഷേ വണ്ടിക്ക് ഒരു നല്ല ഇതിൽ കിട്ടുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ടയർ ചൂസ് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ലെവൽ നോക്കിയിട്ട് ടയർ ചൂസ് ചെയ്യുക. അത് റേസ്, മാക്സിസ്, MRF, C8, വി റബ്ബർ, റാൽക്കോ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ ഇഷ്ടം, ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ എപ്രിലിയയുടെയും എയറോക്സിൻ്റെയും കുറേ പാർട്സ് അവൈലബിൾ ആണ്. മീൻസ് പെർഫോമൻസ് ലെവലിലാണെങ്കിലും കുറേ പാർട്സ് അവൈലബിൾ ആണ്. മീൻസ് പെർഫോമൻസ് പാർട്സാണ് ഞാൻ ഈ പറയുന്നത്. സ്പെയർ പാർട്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മുടെ എപ്രിലിയയുടെ A to Z സ്പെയർ പാർട്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും സ്പെയർ പാർട്സ് കിട്ടാതെ സോറി എൻ്റെ നാക്കിടക്കി കൊടുക്കും. ഓക്കെ, ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ എപ്രിലിയയുടെ പുതിയൊരു എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കസ്റ്റം എക്സോസ്റ്റാണ്, കസ്റ്റം ബ്രാൻഡ് എക്സോസ്റ്റാണ്. അപ്പോൾ ഫുൾ സിസ്റ്റമായിട്ടാണ് എക്സോസ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ. അതായത് ബെൻ പൈപ്പും ബോൾട്ടും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എപ്രിലിയ SR150ക്കും SR160ക്കും അതായത് BS4ഉം BS6ഉം എപ്രിലിയ എല്ലാ സാധനത്തിലും ഈ ബെൻ പൈപ്പും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടെ സാധനം അവൈലബിൾ ആണ്. അതേപോലെ നമ്മുടെ എയറോക്സിനും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ സസ്പെൻഷൻ, അതായത് അഡ്ജസ്റ്റബിൾ പെർഫോമൻസ് സസ്പെൻഷൻ എപ്രിലിയയ്ക്ക് അവൈലബിൾ ആണ്, എയറോക്സിനും അവൈലബിൾ ആണ്. അതേപോലെ സ്പെയർ പാർട്സിൻ്റെ A to Z സ്റ്റോക്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏത് സ്റ്റോക്സും നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറച്ച് നമ്മൾ തരുന്നതായിരിക്കും. പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ട്. അതും പക്ഷേ ഏകദേശം ആ ഒരു ബഡ്ജറ്റ് ലെവലിലേ ഉണ്ടാവുള്ളൂ. മീൻസ് അത്രയും കുറച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ DTDC ആണ് നമ്മൾ ചെയ്യാറ്, 2 to 3 days ഡെലിവറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ കണ്ടിപ്പാ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പണിട്ടേ മീൻസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വളരെ ഇതായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ആകെയുള്ള പ്രതീക്ഷ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബ് ബട്ടണുള്ള കുത്തുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ ബെല്ലൈക്കണമെങ്കിൽ പറ്റിച്ചൊന്ന് ഞെക്കിട്ടോ, ചിലപ്പോൾ ഇനി ആവശ്യം വന്നാലോ. അപ്പോൾ ബൈ ഗൈസ്.